ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ലവബിൾ സൈക്കോ. എൻ്റെ പേര് റിഷ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കിന് മുന്നേ എൻ്റെ സൂപ്പർ ഫ്രണ്ട്ലി ഡിസ്ക്ലെയിമർ പറയാം. എൻ്റെ ഡിസ്ക്ലെയിമർ ഇച്ചിരി ലെങ്തിയാണ്, സോ ഫീൽ ഫ്രീ ടു സ്കിപ്പ് ഇറ്റ് ആൻഡ് ജംപ് സ്ട്രേറ്റ് ടു ദ മെയിൻ ടോപ്പിക് ഇഫ് യു വാണ്ട് ടു. ഞാനൊരു പ്രൊഫഷണൽ യൂട്യൂബറോ ഇൻഫ്ലുവൻസറോ ഒന്നുമല്ല. മോണിറ്റൈസേഷൻ, ലൈക്ക്, സബ്സ്ക്രിപ്ഷൻ ഒന്നിനും വേണ്ടിയല്ല ഈ വീഡിയോസ് ചെയ്യുന്നത്. മോസ്റ്റ് ഓഫ് മൈ വീഡിയോസ് ആർ യൂഷ്വലി ഷോർട്ട് ഫ്രാഗ്മെൻറ്റ്സ്, intentionally kept brief because I feel it's better to discuss about one topic at a time and give it the attention it deserves. Everything I share here comes from my own job search, my own experiences, observations, mistakes, lessons and insights. My hope is simply that something I learned along the way might be useful to someone else on their journey. വീഡിയോ കാണുമ്പോൾ വിഷ്വൽസും കൂടി ഫോളോ ചെയ്യാൻ ഞാൻ സജസ്റ്റ് ചെയ്യും. കാരണം പല സമയത്തും വിഷ്വൽ കൺസെപ്റ്റ്സ് കുറച്ചുകൂടി നന്നായി കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യും. And I always want to say this: take what helps you, ignore what doesn't, and always follow what suits your path. I am not claiming to have all the answers. Every job search journey is different, every person is different, and every situation is different. These are simply thoughts, experiences, and insights shared with a genuine intention that they may help someone move one step closer to their goal. So, if anyone wants to get in touch, and the email is write2rish.nz@gmail.com. I'll be more than happy to help when I have a moment. So feel free to reach out whenever you want. So അപ്പം നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. ലെറ്റ്സ് ഗോ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സ്റ്റാർ ബേസ്ഡ് ഇൻ്റർവ്യൂ ക്വസ്റ്റൻ ആണ്. ടെൽ മീ അബൌട്ട് എ മിസ്റ്റേക്ക് ദാറ്റ് യു ഹാവ് മെയ്ഡ്. സിമിലർ ആയിട്ട് ഞാനൊരു ക്വസ്റ്റൻ ആൻസർ ചെയ്തിട്ടുണ്ട്. ടെൽ മീ എ ടൈം ദാറ്റ് യു ഹാവ് ഫെയിൽഡ്. അപ്പം ഒരാൾ ഫെയിൽ ആവുന്നത് എപ്പോഴാണ്? അയാളൊരു മിസ്റ്റേക്ക് മേക്ക് ചെയ്യുമ്പോഴാണ്. സോ ഐ ഹാവ് ആൻസേർഡ് ഇറ്റ് സിമിലർ ലൈൻസിൽ ഞാൻ ആൻസർ ചെയ്തിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ ഐ തോട്ട് ഈ ക്വസ്റ്റ്യൻ മിക്കവാറുമുള്ള എല്ലാ ഇൻ്റർവ്യൂസിനും ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. സോ ഐ തോട്ട് ഐ വിൽ ആൻസർ ഇറ്റ് അഗെയിൻ. സോ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഒരു ഇൻ്റർവ്യൂവിന് ചോദിക്കുമ്പോഴത്തേന് what the employer is trying to understand is, can you take ownership when something goes wrong? എന്തെങ്കിലും തെറ്റുകൾ പറ്റിക്കഴിഞ്ഞാലും നമ്മൾ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്ന ടൈപ്പ് പേഴ്സൺ ആണോ? ആർ യു ഹോണസ്റ്റ് ആൻഡ് അക്കൗണ്ടബിൾ? ഒരു മിസ്റ്റേക്ക് ഉണ്ടായിക്കഴിഞ്ഞാലും അത് ഓപ്പണായിട്ട് പറയാനും അത് ഫിക്സ് ചെയ്യാനുള്ള അല്ലെങ്കിൽ അത് ഓപ്പണായിട്ട് ഡിസ്കസ് ചെയ്ത് മുന്നോട്ട് പോകാനുള്ള പേഴ്സണാലിറ്റി ഉള്ള ഒരാളാണോ? ഡു യു ലേൺ ഫ്രം യുവർ എക്സ്പീരിയൻസ്? നമുക്ക് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ അത് പഠിച്ച് നമ്മൾ ലൈക്ക് ഡു വി ലേൺ സംതിങ് ഫ്രം ഇറ്റ് ആൻഡ് ഡു വി ഇംപ്രൂവ് ഫ്രം ദെയർ? ക്യാൻ യു ഇംപ്രൂവ് യുവർ പ്രോസസ് ആഫ്റ്റർ എ സെറ്റ് ബാക്ക്? സോ എന്തെങ്കിലും ഒരു പ്രോബ്ലം, ഒരു മിസ്റ്റേക്ക് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന എന്തെങ്കിലും ഒരു കാര്യത്തിൽ പറ്റുന്ന ഒരു പ്രോസസ്സിൽ ഉള്ള ഒരു ഫ്ലോ ഒക്കെ കൊണ്ടായിരിക്കാം നമ്മൾ ഇങ്ങനെയുള്ള ഒരു മിസ്റ്റേക്ക് മേക്ക് ചെയ്യുന്നത്. അപ്പം ആ പ്രോസസ്സ് നമ്മൾ ഇംപ്രൂവ് ചെയ്യുമ്പോൾ, ബിക്കോസ് നെക്സ്റ്റ് ടൈം നമ്മൾ ആ മിസ്റ്റേക്ക് മേക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടി, ഹൗ ഡു യു റെസ്പോണ്ട് അണ്ടർ പ്രഷർ വെൻ യു റിയലൈസ് യു ഹാവ് മെയ്ഡ് ആൻ എറർ? സോ ഒരു എംപ്ലോയറിനെ ആക്ച്വലി അറിയേണ്ടത് നമ്മൾ ഒരിക്കലും മിസ്റ്റേക്ക് മേക്ക് ചെയ്യാത്ത ഒരാളാണെന്നല്ല, നമ്മൾ ഒരു മിസ്റ്റേക്ക് ഉണ്ടായി കഴിഞ്ഞാൽ പോലും അതിൽ അക്കൗണ്ടബിൾ ആകുമോ, അത് നമ്മൾ ഹൈഡ് ചെയ്ത് വെക്കുമോ, അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ ബ്ലെയിം ചെയ്യുമോ, അതല്ലെങ്കിൽ നമ്മൾ അതിൽ നിന്ന് പഠിക്കാതിരിക്കും. They want someone who learns from their mistakes. They want someone who is accountable to their mistakes, and they are looking for a team person. ഇത് അപ്പം ഈ ക്വസ്റ്റ്യൻ്റെ ഒരു ഗുഡ് ആൻസർ എന്ന് പറയുമ്പോഴത്തേന് it should include a genuine mistake, a clear ownership of your role, the impact of the mistake, the actions you took to fix it. എന്തുകൊണ്ടാണ് ആ മിസ്റ്റേക്ക് ഉണ്ടെങ്കിലും അതിൻ്റെ ഇമ്പാക്റ്റിനെ പറ്റി നമ്മൾ സംസാരിച്ചതിന് ശേഷം നമ്മൾ എന്ത് ആക്ഷനിലാണത് ഫിക്സ് ചെയ്തത്, വാട്ട് യു ലേൺഡ് ഔട്ട് ഓഫ് ഇറ്റ്, നമ്മൾ ഇതിൽ നിന്ന് എന്ത് പഠിച്ചു, ആൻഡ് വാട്ട് യു ചേഞ്ച് ഫോർവേഡ്, നമ്മൾ എന്ത് കാര്യമാണ് നമ്മൾ ലൈഫിൽ പിന്നെ മാറ്റിയത്. സോ the focus should never be on proving you are perfect. The focus should be on showing growth, maturity and accountability. സോ ഈ ക്വസ്റ്റ്യൻ ഞാൻ ആൻസർ ചെയ്തിരിക്കുന്നത് ഒരു ഓപ്പറേഷണൽസ് എക്സിക്യൂട്ടീവ് ബേസ്ഡ് ആയിട്ടാണ്. സോ ഇഫ് യു ലുക്ക് അറ്റ് ദ വിഷ്വൽസ്, ഞാനിതിലൊരു എക്സ്പീരിയൻസ് പറയുന്നുണ്ട്. ദർ ഇസ് എ സിനാരിയോ വേർ ഐ വാസ് റെസ്പോൺസിബിൾ ഫോർ പ്രിപ്പയറിംഗ് ആൻഡ് സെൻഡിങ് എ വീക്ക്ലി ഓപ്പറേഷണൽ റിപ്പോർട്ട് ടു മൾട്ടിപ്പിൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ്. അപ്പം ഒരു ബിസി വീക്കിൽ ഐ ആക്സിഡൻ്റലി ഷെയർഡ് ആൻ ഓൾഡർ വേർഷൻ ഓഫ് ദ റിപ്പോർട്ട് വിത്ത് ഔട്ട്ഡേറ്റഡ് നമ്പേഴ്സ് ഇൻസ്റ്റെഡ് ഓഫ് ദ ഫൈനൽ അപ്ഡേറ്റഡ് വേർഷൻ. വളരെ നോർമലായിട്ട് നമുക്കൊക്കെ സംഭവിക്കാവുന്നൊരു കാര്യമാണ്. എനിക്ക് തന്നെ ഓർമ്മയുണ്ട്, പലവട്ടം ഞാൻ റിപ്പോർട്ട് അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് റോങ് അറ്റാച്ച്മെൻറ്റ് അയച്ചിട്ടുണ്ട്. ഇത് വളരെ സ്വാഭാവികമായിട്ട് നമുക്ക് നമ്മുടെ ലൈഫിലൊക്കെ സംഭവിക്കുന്നതാണ്. ലൈക്ക് മിസ്റ്റേക്സ് ഡെഫിനറ്റ്ലി ഹാപ്പൻ, അല്ലേ? അപ്പം ആദ്യം ഞാൻ എൻ്റെ സിറ്റുവേഷൻ പറഞ്ഞു.
പിന്നെ നമുക്ക് അതിൻ്റെ ഇമ്പാക്റ്റ് പറയാം. ഒരു സ്റ്റേക്ക് ഹോൾഡർ ഈ മിസ്മാച്ച് കണ്ടു ഡ്യൂറിങ് എ ഡിസ്കഷൻ വിച്ച് കുഡ് ഹാവ് ലെഡ് ടു ഇൻകറക്റ്റ് ഡിസിഷൻസ് ആൻഡ് കൺഫ്യൂഷൻ. അപ്പം ഞാൻ ഇനി ഇതിൽ എന്ത് ചെയ്തു? അപ്പം ഞാൻ ഇതിനെപ്പറ്റി അറിഞ്ഞ ഉടൻ തന്നെ ഐ ടുക്ക് ഓണർഷിപ്പ് ഇമ്മീഡിയറ്റ്ലി റാദർ ദാൻ ട്രൈങ് ടു എക്സ്പ്ലെയിൻ ഇറ്റ് അവേ. I reviewed the data, identified the correct version, and sent an updated report with a clear explanation of the correction. I also personally contacted the key stakeholders involved to make sure they had the correct information and understood the update. After reflecting on what happened, I realized the root cause wasn't a lack of technical ability. It was that I had skipped a final validation step because I was rushing to meet a deadline. So, ഞാൻ ഈ മിസ്റ്റേക്കിന് ഫിക്സ് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തു. എന്നിട്ട് ഞാൻ അതിൻ്റെ റൂട്ട് കോസ് ഐഡൻറ്റിഫൈ ചെയ്തു. ബിക്കോസ് നമുക്കൊരു മിസ്റ്റേക്ക് ഉണ്ടായി കഴിയുമ്പോഴത്തേക്കും നമ്മൾ ആദ്യം നമ്മുടെ അനലിറ്റിക്കൽ മൈൻഡ് സെറ്റാണ് വർക്ക് ചെയ്യേണ്ടത്. എന്തുകൊണ്ടാണ് മിസ്റ്റേക്ക് ഉണ്ടായെന്നും അത് ഫ്യൂച്ചറിൽ റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ നമ്മൾ നോക്കുകയും വേണം. അപ്പം നമ്മൾ സ്ട്രോങ് ആൻസർ എന്തായിരിക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രത്യേകം പറയുന്നുണ്ട്. നമ്മളതിനെ എങ്ങനെ ഫിക്സ് ചെയ്യുന്നു മാത്രമല്ല, നമ്മൾ അതിൽ നിന്ന് എന്ത് പഠിച്ചു എന്നും നമ്മളിനി എന്ത് ചേഞ്ച് ചെയ്തു എന്നും നമ്മൾ പറയണം. സോ അതാണല്ലോ ലേണിംഗ് എന്ന് പറയുന്നത്. സോ ആ മൊമെൻറ്റ്, ആ പോയിന്റ് ഓൺവേർഡ്സ് ഞാനൊരു പ്രോസസ് ചേഞ്ച് മേക്ക് ചെയ്തു. I introduced a simple present checklist that included version verification, data validation, and a final review before distributing reports. ഇതിൻ്റെ റിസൾട്ട് എന്തായിരുന്നു? That reporting accuracy improved significantly and similar mistakes didn't happen again. More importantly, it reinforced the importance of slowing down for critical checks even when deadlines are not met. ഇതൊരു കംഫർട്ടബിൾ എക്സ്പീരിയൻസ് ആയിരുന്നില്ല എനിക്ക്. But it taught me a valuable lesson that accountability, attention to detail, and building reliable process really matter in workplaces. ഈ ആൻസർ നല്ലപോലെ വർക്ക് ചെയ്യും. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ we demonstrate accountability instead of excuses. We tell about ownership instead of blame. നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തു എന്നാണ് നമ്മൾ പറഞ്ഞത്, ശരിയല്ലേ? ആൻഡ് പ്രോബ്ലം സോൾവിങ് എബിലിറ്റി ഇൻസ്റ്റെഡ് ഓഫ് പാനിക്. പിന്നെ നമ്മൾ ഇതിൽ നല്ലപോലെ നമ്മുടെ ലേണിംഗ് കാണിക്കുന്നുണ്ട് ഇൻസ്റ്റെഡ് ഓഫ് ഡിഫെൻസീവ്നെസ്. ആൻഡ് ഫൈനലി നമ്മൾ എന്ത് പ്രോസസ്സാണ് ഇമ്പ്രൂവ് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴത്തേക്കും നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരിക്കലും ഒരു ഇൻ്റർവ്യൂവിന് പറയരുത് നമ്മളൊരു മിസ്റ്റേക്ക് മേക്ക് ചെയ്തിട്ടില്ല എന്ന്. അത് ഇനി ഒരു മിസ്റ്റേക്ക് മേക്ക് ചെയ്യാത്ത ആളാണെങ്കിൽ തന്നെ കേട്ട് കഴിഞ്ഞാൽ തന്നെ ഫേക്ക് ആണെന്ന് ഫീൽ ചെയ്യത്തുള്ളൂ. പിന്നെ ഫേക്കായിട്ട് ഇൻ്റർവ്യൂസിന് ആൾക്കാർ പഠിച്ചുകൊണ്ട് വരുന്ന ചില മിസ്റ്റേക്ക് ഉണ്ട്. അത് നമ്മൾ ഈ വെബ്സൈറ്റിലും ചില ഇൻ്റർവ്യൂ സ്ഥലങ്ങളിലൊക്കെ പഠിച്ചു വെച്ചിട്ട് അത് കേൾക്കുമ്പോൾ തന്നെ അറിയാം നമ്മൾ പഠിച്ചിട്ട് വന്നിരിക്കുകയാണെന്ന്. ദയവേത് അത് ഫോളോ ചെയ്യരുത്. നമ്മുടെ ലൈഫിൽ നമ്മൾ ജെന്യൂൺ ആയിട്ട് മേക്ക് ചെയ്തൊരു മിസ്റ്റേക്ക് ആയിരിക്കണം നമ്മുടെ ഈ സ്റ്റാർ സ്റ്റോറി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഭയങ്കര ഇത്രയും യൂഷ്വൽ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പോലും നമ്മൾ പഠിച്ചിട്ട് വരികയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ലാക്ക് ഒതൻറ്റിസിറ്റി ഇൻ ടേംസ് ഓഫ്, ശരിയല്ലേ? പിന്നെ നമ്മൾ മറ്റുള്ളവരെ ബ്ലെയിം ചെയ്യരുത്. ഒരു മിസ്റ്റേക്ക് ഉണ്ടായി കഴിയുമ്പോഴത്തേനും ഡോണ്ട് പ്ലേ ദ ബ്ലെയിം ഗെയിം. നമ്മൾ അതിനു വേണ്ടി എന്ത് ചെയ്തു എന്നുള്ള രീതിയിലായിരിക്കണം നമ്മൾ ആൻസർ ചെയ്യേണ്ടത്. പിന്നെ ഒരുപാട് മിസ്റ്റേക്കിനെ പറ്റി സംസാരിക്കേണ്ടതിന് പകരം മിസ്റ്റേക്കിനെ പറ്റിയുള്ളൊരു ബിൽഡപ്പ് ഒക്കെ കൊടുത്തതിന് ശേഷം നമ്മൾ അതിന് വേണ്ടി എന്ത് ചെയ്തു അത് ഫിക്സ് ചെയ്യാൻ നമ്മൾ മുന്നോട്ട് പോയപ്പോഴത്തേന് നമ്മൾ എന്തൊക്കെ ആക്ഷൻസ് മേക്ക് ചെയ്യുന്നു ആയിരിക്കണം നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, റാദർ ദാൻ ടോക്കിംഗ് അബൌട്ട് ദ മിസ്റ്റേക്ക്. ഇനി നമ്മൾ ഇതിൽ എന്ത് പഠിച്ചു എന്നായിരിക്കണം നമ്മൾ ഏറ്റവും കൂടുതൽ പറയേണ്ടത്, റാദർ ദാൻ ദേ ഓർ വി. ഇറ്റ് ഈസ് ഐ. നമ്മൾ എന്ത് പഠിച്ചു ഈ മിസ്റ്റേക്കിൽ നിന്ന്. പിന്നെ നമ്മൾ അതിൽ നിന്ന് പഠിച്ച ലേണിങ്സിൽ നിന്ന് നമ്മൾ എന്തെല്ലാം ഇമ്പ്രൂവ് ചെയ്യുന്നത് നമ്മൾ പറയണം. സോ ഇത്രയും കാര്യങ്ങളാണ് ഈ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴത്തേന് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, ന്യൂസിലൻഡ് എംപ്ലോയേഴ്സ് വാല്യൂ ഹോണസ്റ്റി ഭയങ്കരമായിട്ട് അവർ വാല്യൂ ചെയ്യും. ഇതുപോലുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴത്തേനും നമ്മുടെ ഹോണസ്റ്റി പ്രൂവ് ചെയ്യാൻ പറ്റുന്ന ഇതിനേക്കാട്ടും നല്ലൊരു പോയിന്റ് ഇല്ല. കാരണം നമ്മുടെ ഒരു മിസ്റ്റേക്ക് ജനറലി നമ്മൾ വളരെ ഓപ്പണായിട്ട് പറയുവാണ്, ഹോണസ്റ്റ് ആയിട്ട്. അതവർ ഭയങ്കരമായിട്ട് അപ്രിഷിയേറ്റ് ചെയ്യും. ആൻഡ് ദേ ലവ് അവർ ഹ്യൂമിലിറ്റി. നമ്മൾ ഭയങ്കര എളിമയോട് കൂടി നമ്മൾ പറയുകയാണ്, എനിക്ക് അന്ന് അങ്ങനെ പറ്റിയത് ഞാൻ ശ്രദ്ധിക്കാഞ്ഞിട്ടായിരുന്നു, പിന്നെ ഞാനത് പഠിച്ചു എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ദേ റിയലി ലവ് ഇറ്റ്. ആൻഡ് ദേ ലവ് പീപ്പിൾ ഹു ഫോക്കസ് ഓൺ കണ്ടിന്യൂസ് ഇംപ്രൂവ്മെൻറ്റ് ആൻഡ് പ്രാക്ടിക്കൽ ലേണിംഗ്. നമ്മൾ ഭയങ്കര ഡ്രമാറ്റിക് ആയിട്ടുള്ളൊരു ഫെയിലിയർ സ്റ്റോറി ഒന്നും ആലോചിക്കേണ്ട. നമ്മളുടെ ലൈഫിലുണ്ടായ വളരെ ഹോണസ്റ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഓർത്ത് വെച്ച് നമ്മൾ പറയാൻ നോക്കണം. ഇനി ഇതല്ലാതെ എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ എൻ്റെ ഇൻ്റർവ്യൂസിന് ഞാൻ പറഞ്ഞിരുന്ന മിസ്റ്റേക്ക് എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറയുമായിരുന്നു, ഞാൻ ആദ്യം സോഫ്റ്റ്വെയർ ടെസ്റ്ററായിട്ട് ജോയിൻ ചെയ്യുന്ന സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്തിരുന്നത് എൻ്റെ ജോലിയിൽ മാത്രമായിരുന്നു. ലൈക്ക് എനിക്ക് എൻ്റെ ജോലി തീർക്കണമെന്ന് മാത്രമേ ഉള്ളായിരുന്നുള്ളൂ. ഞാനൊരു ടീം പ്ലെയർ, ഒരു ലൈക്ക്
ഞാനൊരു സെമി ടീം പ്ലെയർ ആയിരുന്നു. ലൈക്ക് എനിക്ക് എൻ്റെ കാര്യങ്ങളാണ് ഇമ്പോർട്ടൻറ്റ്, ടീം ഔട്ട്കംസിനോടൊന്നും ഞാൻ അത്ര ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നില്ല. അപ്പോൾ ആ കാലത്ത് എൻ്റെ ടെസ്റ്റ് മാനേജർ എൻ്റെ അടുത്ത് പറയുമായിരുന്നു, ഇത് ഇതൊരു ടീം ഗെയിമും കൂടിയാണ്. സ്വന്തം വർക്ക് തീർക്കുന്ന പോലെ തന്നെ ടീമിലുള്ള എല്ലാവരുടെയും കാര്യങ്ങൾ കെയർ ചെയ്യാനും കോർഡിനേറ്റ് ചെയ്യാനും ഒക്കെ ശ്രമിക്കണം. ബിക്കോസ് ഒരു ടെസ്റ്ററിൻ്റെ റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ജസ്റ്റ് അബൌട്ട് ടെസ്റ്റിംഗ്, ഇറ്റ്സ് അബൌട്ട് കോർഡിനേഷൻ ആൻഡ് മെയിൻറ്റെയിനിങ് ഗുഡ് റിലേഷൻഷിപ്പ് എന്നൊക്കെ പുള്ളി എനിക്ക് പറഞ്ഞു തന്നു. പിന്നെ അപ്പോൾ എനിക്കത് മനസ്സിലായി, നമ്മൾ നമ്മുടെ ജോലി എത്രത്തോളം ചെയ്യുന്നു അത്രത്തോളം തന്നെ നമ്മളെ ടീം ഫോക്കസ്ഡ് ആണെന്നുണ്ടെങ്കിൽ അതിനെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുമെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ ഞാൻ ഭയങ്കര ടീം പ്ലെയർ ആവാനും നല്ലപോലെ റിലേഷൻഷിപ്സ് മേക്ക് ചെയ്യാനും തുടങ്ങി. ആ പുള്ളി എന്ന് പറഞ്ഞ ഗോൾഡൻ വേർഡ്സ് എന്നെ ലൈഫ് ലോങ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അത് ന്യൂസിലാൻഡിലാണെങ്കിലും അത് വേറെ ഞാൻ കരിയർ സ്വിച്ചൊക്കെ ചെയ്ത സമയത്തൊക്കെ ആണെങ്കിലും ഇറ്റ് ഹാസ് ഹെൽപ്പ് മീ എ ലോട്ട്. ആൻഡ് ഐ റിയലി തിങ്ക് ദോസ് വേർഡ്സ് വെർ റിയലി ഗോൾഡൻ. ആൻഡ് അതെൻ്റെ കരിയറിൻ്റെ പെർസ്പെക്റ്റീവ് തന്നെ മാറ്റിമറിച്ചിട്ടുണ്ട് എന്നുള്ളൊരു ആൻസറാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടുള്ളൊരു ആൻസറാണ്. ഈ ആൻസറിൽ ഞാൻ ഓൾറെഡി പറയുന്നുണ്ട്, ഞാൻ ആദ്യം കുറച്ച് സെൽഫിഷ് ആയിരുന്നു, ഞാൻ എൻ്റെ ജോലി മാത്രമേ ചെയ്യത്തുള്ളായിരുന്നു. പക്ഷെ പിന്നെ എനിക്ക് നല്ലൊരു അഡ്വൈസ് കിട്ടിയപ്പോഴത്തേന് അതിൻ്റെ ഇമ്പോർട്ടൻസ് ഞാൻ പതുക്കെ റിയലൈസ് ചെയ്ത് അതെൻ്റെ കരിയറിനെ എങ്ങനെ മാറ്റിമറിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസറിൽ തന്നെ ഞാൻ നല്ലപോലെ ടീം വർക്കും കൊളാബറേഷനിലും ബിലീവ് ചെയ്യുന്ന ഒരാളാണെന്ന് കാണിക്കുന്നുണ്ട് ഇൻഡയറക്ട്ലി. അവർ ആ ക്വസ്റ്റ്യൻ എന്നോട് ചോദിച്ചില്ലെങ്കിൽ പോലും എൻ്റെ ടീം ഫോക്കസ് എങ്ങനെയാണ് എൻ്റെ ബ്രെയിനിലും എൻ്റെ മൈൻഡിലും വന്നതെന്ന് എനിക്ക് പണ്ട് കിട്ടിയ ഒരു അഡ്വൈസിൽ നിന്ന് ഞാൻ പഠിക്കുകയും ഞാൻ ലേൺ ചെയ്യുകയും ഞാൻ ഇമ്പ്രൂവ് ചെയ്യുകയും ചെയ്യുന്നത് കാണിക്കുന്നുണ്ട്. ആലോചിച്ച് നോക്ക്, ഇൻഡയറക്ട്ലി ഐ എം ട്രൈങ് ടു പ്രൂവ് എ പോയിന്റ് ദാറ്റ് ഐ എം ആൻ എക്സലന്റ് ടീം പ്ലെയർ. ശരിയല്ലേ? ഇങ്ങനൊരു ആൻസർ നിങ്ങൾ ആൻസർ ചെയ്യുന്നതിലും കുഴപ്പമില്ല കേട്ടോ. ഐ റിയലി തിങ്ക് മൈ ആൻസർ വർക്ക്സ് ആസ് വെൽ. ഞാൻ നേരത്തെ പറഞ്ഞ ടെംപ്ലേറ്റഡ് ആൻസേഴ്സ് ഒരു ഓപ്പറേഷണൽ എക്സിക്യൂട്ടീവിൻ്റെ രീതിയിലാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത്. അതും വളരെ സിമ്പിളാണ്. പക്ഷേ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. നമ്മൾ എന്ത് മിസ്റ്റേക്ക് ആണ് നമ്മൾ എടുക്കാൻ പോകുന്നതെങ്കിലും യു ഫോം ആൻഡ് ഡ്രാഫ്റ്റ് യുവർ ഓൺ സ്റ്റാർ സ്റ്റോറി. സോ ഒരു ബോട്ടം ലൈൻ പോലെ ഞാൻ പറയാം, മിസ്റ്റേക്സ് ആർ വെരി കോമൺ ആൻഡ് മിസ്റ്റേക്സ് ഡു ഹാപ്പൻ. ഒരു തെറ്റുമില്ല നമുക്കൊരു മിസ്റ്റേക്ക് ഉണ്ടായെന്ന് പറയുന്നതിൽ. വാട്ട് മാറ്റേഴ്സ് ഇസ് ഹൗ യു റെസ്പോണ്ട്, വാട്ട് യു ലേൺ ആൻഡ് ഹൗ യു ഇംപ്രൂവ്. ഇത് നിങ്ങൾക്ക് നല്ലപോലെ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ ദിസ് ഇസ് ഇറ്റ്. താങ്ക് യു. ഹോപ്പ് ദിസ് ഹെൽപ്സ്. Small steps, big wins.